ഇനി നമ്മുടെ കോഴിക്കോട് ചാലിയം കടപ്പുറത്ത് ഒരു അതിഥി എത്തി. ആരാണെന്നല്ലേ കണ്ടുവരാം. കോഴിക്കോട് കടലുണ്ടി പക്ഷി സങ്കേതത്തിന് അടുത്തുള്ള ചാലിയം കടപ്പുറത്ത് വെച്ച് പക്ഷിലോകത്തെ ഒരു സുന്ദരൻ്റെ, ഒരു അപൂർവ വിരുന്നുകാരൻ്റെ ചിത്രം പകർത്തുവാനുള്ളൊരു ഭാഗ്യം എനിക്ക് ലഭിച്ചു. സാധാരണയായി ഗ്രേറ്റർ ഫ്ലെമിംഗോയുടെ സ്വദേശമെന്ന് പറയുന്നത് ആഫ്രിക്കൻ ഭൂഖണ്ഡങ്ങളിലും യൂറോപ്പിലുമെല്ലാമാണ്. അവിടെ അതിശൈത്യം വരുന്ന സമയത്ത് ദേശാടകരായി മറ്റു ദേശങ്ങളിലേക്ക് കാതങ്ങളോളം പറന്ന് യാത്ര ചെയ്യുകയാണ് ഇവർ ചെയ്യാറ്. ഇവർ എന്നല്ല, സാധാരണ മിക്ക ദേശാടന പക്ഷികളും അങ്ങനെ തന്നെയാണ്. കേരളത്തിൽ ഈ പക്ഷികൾ വളരെ അപൂർവമായിട്ട് മാത്രമാണ് എത്തിയിട്ടുള്ളത്. കുറച്ചധികം വർഷങ്ങൾക്ക് മുൻപ് തൃശ്ശൂർ കോൾനിലങ്ങളിൽ ഒരു കൂട്ടം ഫ്ലെമിംഗോകൾ വിരുന്നെത്തിയിരുന്നു. അതിനുശേഷം 2019 കോഴിക്കോട് കടപ്പുറത്ത് ഒരൊറ്റ ഇതേപോലെ ഒരു ദേശാടന പക്ഷി മാത്രം, ഒരു ഫ്ലെമിംഗോ പക്ഷി മാത്രം വിരുന്നെത്തി. അതുപക്ഷെ അന്ന് തെരുവ് നായ്ക്കളുടെ ആക്രമണം കൊണ്ടും മനുഷ്യരുടെ വിവേകശൂന്യമായിട്ടുള്ള ഇടപെടൽ കൊണ്ടുമെല്ലാം തന്നെ അത് ചത്തുപോകുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഫ്ലെമിംഗോ, രാജഹംസം, സാധാരണ നമ്മൾ ഈ പടങ്ങളിലൊക്കെയാണ്, ചിത്രങ്ങളിലൊക്കെ മാത്രമാണ് ഈ ഫ്ലെമിംഗോയെ ഇങ്ങനെ കാണാറില്ലേ. സി കെ വിജയൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് ഫ്ലെമിംഗോയെ കുറിച്ച് പറയാനൊക്കെ. സി കെ, സാധാരണയായി ഇവരിങ്ങനെ ഇന്ത്യൻ തീരങ്ങളിൽ എത്തുമ്പോൾ കൂട്ടത്തോടെയൊക്കെയാണ് എത്താറുള്ളത്. പക്ഷെ ഇവിടെ ഒരു ഫ്ലെമിംഗോ മാത്രമാണ്. ഇത് കൂട്ടം തെറ്റി വന്നതാവാനൊക്കെയാണ് സാധ്യത അല്ലേ? സന്ധ്യ, ശരിക്ക് എന്ത് സുന്ദരമാണ് അല്ലേ അതിൻ്റെ ഒരു കാഴ്ച. അത് വെള്ളത്തിലൂടെ വരുന്നു, അത് ഇരപിടിക്കുന്നു, അത് നിവർന്ന് നോക്കുന്നു. അതിൻ്റെ ഒരു രൂപം, അതിൻ്റെ ഒരു ഭംഗി എല്ലാം തന്നെ നമുക്ക് ഏതൊരാൾക്കും വലിയ രീതിയിലുള്ള ഒരു ആകർഷണം ഉണ്ടാക്കുന്ന ഒന്നാണ്. നമ്മൾ ഈ രാജഹംസമേ എന്നൊക്കെയുള്ള ഈ പാട്ടൊക്കെ ഒരുപാട് കേൾക്കുന്നുണ്ട്, ഒരുപാട് സ്ഥലത്ത് നമ്മൾ ഈ വാക്ക് കാണുകയും ചെയ്യും. പക്ഷേ യഥാർത്ഥത്തിൽ ഈ ഹംസവും ഈ രാജഹംസവും തമ്മിൽ എന്താണ് വ്യത്യാസം എന്നൊക്കെ നമ്മൾ ആലോചിക്കുമ്പോഴാണ് ഇതാണ് യഥാർത്ഥത്തിൽ രാജഹംസം എന്ന് പറയുന്ന ഒരു പക്ഷി എന്നിപ്പോൾ നമുക്ക് മനസ്സിലാവും. കാരണം ഇത് സാധാരണ രീതിയിൽ ഇന്ത്യയിലോ അല്ലെങ്കിൽ ഈ നമ്മൾ പറയുന്ന ഈ ഭാഗത്തോ ഒന്നും തന്നെ അങ്ങനെ വ്യാപകമായി കാണുന്നതല്ല എന്നാണ് ഈ പക്ഷി നിരീക്ഷകരും അതുപോലെ തന്നെ ഈ മൈഗ്രേറ്റിംഗ് ബേർഡുകളെയൊക്കെ ഒബ്സർവ് ചെയ്യുന്ന ആൾക്കാർ പറയുന്നത്. അതായത് ഇത് ശരിക്ക് യൂറോപ്യൻ നാടുകളിലുള്ളതും എന്നാൽ അവിടെ ഭയങ്കരമായ തണുപ്പുണ്ടായപ്പോൾ അത് നമ്മുടെ ഈ അല്പം ചൂട് തേടിയാണ് ഈ ഭാഗത്തേക്ക് വരുന്നത്. പ്രത്യേകിച്ച് ഈ ഗുജറാത്തിൻ്റെയൊക്കെ തീരത്താണ് ഇത് കൂടുതൽ വരാറ് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ എങ്ങനെയോ ഇത് കോഴിക്കോട് ചാലിയം ഈ കടപ്പുറത്ത് ഇത് എത്തിക്കഴിഞ്ഞു. അതിനെ കണ്ടെത്തിയതാകട്ടെ നമ്മുടെ അനൂപ് എന്ന് പറയുന്ന അധ്യാപകനും വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറുമായ ഒരാളാണ്. അദ്ദേഹമാണ് നമ്മൾക്ക് ഈ വീഡിയോയും ഇതെല്ലാം തന്നെ അയച്ചു തരികയും ചെയ്തത്. നമ്മൾ ഈ ദൃശ്യത്തിൽ നേരത്തെ കണ്ടു അദ്ദേഹം അത് സംബന്ധിച്ച വിവരണങ്ങൾ നൽകുന്നത്. സാധാരണ രീതിയിൽ ഈ ഫ്ലെമിംഗോ അല്ലെങ്കിൽ ഇത്തരം പക്ഷികളെല്ലാം തന്നെ കൂട്ടത്തോടെയാണ് ഈ ഇത്തരത്തിൽ പലായനം ചെയ്യുകയോ അല്ലെങ്കിൽ ഈ രീതിയിൽ ദേശാടനം നടത്തുകയോ ഒക്കെ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ എന്തുകൊണ്ടോ ഈ ഒരു പക്ഷി മാത്രമേ എത്തിയിട്ടുള്ളൂ. ഒരു പക്ഷേ അത് ഈ കൂട്ടം തെറ്റിപ്പോയത് കൊണ്ടാകാം, അങ്ങനെയാവാം ഇവിടെ വന്നു ചേർന്നത്. ഏതായാലും അത് വളരെ ആസ്വദിച്ച് ഈ സ്ഥലത്തൊക്കെ നിൽക്കുന്നുണ്ട്. ഈ പക്ഷിക്ക്, ഈ ഫ്ലെമിംഗോയ്ക്ക് ഒരു വലിയൊരു പ്രത്യേകതയുണ്ട്. അത് മുട്ടയിട്ട് അത് പാലൂട്ടിയാണ് അതിൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തുന്നത് എന്നാണ്. മുട്ടയിട്ട് അത് മുട്ട വിരിഞ്ഞ് അത് കുഞ്ഞാകുമ്പോൾ അതിൻ്റെ ശരീരത്തിൽ നിന്ന്, അതിൻ്റെ തൊണ്ടയിൽ നിന്ന് എടുക്കുന്ന ഒരു ദ്രവം ഉപയോഗിച്ച്, പാല് പോലുള്ള ഒരു ദ്രവം ഉപയോഗിച്ചാണ് അതിൻ്റെ ആദ്യകാലങ്ങളിലെല്ലാം തന്നെ അതിനെ ഫീഡ് ചെയ്യുന്നത്. അതും ഈ ഒരു പക്ഷിയുടെ പ്രത്യേകതയാണ്. പക്ഷേ ഇത് വ്യാപകമായ രീതിയിലുള്ള ആക്രമണങ്ങൾക്ക് ഇരയാകുന്നു. പ്രത്യേകിച്ച് ഇത് കടലിൻ്റെ വെള്ളത്തോട് ചേർന്ന് തീരത്താണ് ഇത് ഇങ്ങനെ സഞ്ചരിക്കുന്നത്, ഇര തേടുന്നത്. അവിടെ അത് ഞണ്ട്, ഈ പറയുന്ന രീതിയിലുള്ള കക്ക, ഇത്
ഇതൊക്കെയാണ് അത് കഴിക്കുന്നത്. പക്ഷേ ഇത്തരം തീരത്തോടെ നടക്കുമ്പോൾ ഈ തെരുവ് നായ്ക്കളുടെയും മറ്റും ആക്രമണം ഉണ്ടാവുകയും അങ്ങനെയാണ് ഇത് കൊല്ലപ്പെട്ടു പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു സംഭവം അനൂപ് തന്നെ നേരത്തെ 2019 ഒരു കാര്യം പറയുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും തീർച്ചയായും അതൊരു വിഷമം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണല്ലേ സി കെ. നമുക്കിത് കാണുമ്പോൾ ഈ ഫ്ലെമിംഗോയെ ഇങ്ങനെ നമ്മുടെ കോഴിക്കോടൊക്കെ വന്ന് ഇങ്ങനെ കാണുമ്പോൾ ഒരു സന്തോഷമുണ്ടെങ്കിലും വ്യാപകമായ ആക്രമണങ്ങൾക്കും ഒക്കെ ഇത് ഇരയാകും എന്നതും ഒരു വസ്തുതയാണ്. പിന്നെ ഇത് ഒരു ഫ്ലെമിംഗോ മാത്രമാണുള്ളത്, അപ്പോൾ ഇത് വഴിതെറ്റി വന്നതാകാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ്.